ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. നല്ലൊരു അടിപൊളി പായ്ക്കാണ്. അപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരിടത്ത് വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചെയ്തിട്ട് പോകാമെന്ന്. എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അന്ന് രാവിലെയൊക്കെ ചെയ്താൽ മതി. പോകുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ രാവിലെയൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ. തലേന്നൊന്നും ചെയ്യേണ്ട, രാവിലെയൊക്കെ ചെയ്തിട്ട് പോകാം. അപ്പോൾ വേണ്ടുന്ന സാധനങ്ങളെ നമുക്ക് ഞാൻ നമ്മുടെ റോബസ്റ്റിൻ്റെ പഴം എടുത്തേക്കുന്നത് കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മുടെ മുഖത്തിടാൻ പാകത്തിന് എടുത്താൽ മതി. പിന്നെ നമുക്ക് പാല് വേണം, പിന്നെ നമുക്ക് തേൻ വേണം. എൻ്റെ തേൻ തീർന്നു പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് എനിക്ക് ഇച്ചിരി തന്നതാണ്. എനിക്ക് ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിനകത്ത് വേറെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അങ്ങാടിക്കടയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെന്ന്. പക്ഷെ അതിച്ച് ഒറിജിനൽ എന്താ തേനായത് കാരണമാണെന്ന് തോന്നുന്നു. വെച്ച് പിന്നെ ഇതായിട്ടിരിക്കുക കേട്ടോ. അപ്പോഴല്ലെങ്കിൽ വെളിയിൽ വെച്ചാലേ അത് ലൂസായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഇത് നല്ല ഇതാട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത തേന എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ ഈ പഴം നന്നായിട്ട് എന്താ പഴുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ഉടച്ച് എടുക്കാം കേട്ടോ. ഇത്രയും മതിയാവും കേട്ടോ, ഒത്തിരി ഒന്നും എടുക്കണ്ട. അപ്പോൾ ഇത്രയും നമുക്ക് പഴം എടുക്കാം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ, ഞാൻ തന്നെ കഴിച്ചോളാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഉടച്ചിട്ട് പാലും തേനും നമുക്ക് ചേർക്കാം കേട്ടോ. ഉടച്ചിട്ട് നന്നായിട്ട് നമുക്കിത് പഴുത്തതായതുകൊണ്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പഴം ഉടയ്ക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഉടച്ചെടുക്കാം. മിക്സിക്കകത്ത് ജാറിനകത്തൊന്നും ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ടിത് കേട്ടോ. നമുക്ക് മുഖത്ത് ഇതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. അത്ഭുതപ്പെടാനൊന്നും ഇല്ല. മുഖത്ത് വന്ന മുഖക്കുരുവിൻ്റെ പാടുകൾ, കറുപ്പുകൾ, കുഴിയൊക്കെ നികന്ന് കിട്ടുമോ പിള്ളേരെ? നമ്മളിതൊക്കെ ചെയ്താൽ എന്തായാലും വ്യത്യാസം കിട്ടും നമുക്ക്. കരിവാളിപ്പ് എല്ലാത്തിനുമുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഇതിനൊക്കെ വേണ്ടി തന്നെയുള്ളത് കേട്ടോ. അപ്പോഴിത് ഇങ്ങനൊന്ന് കുത്തി അടച്ചാൽ മതി. നന്നായിട്ട് നമുക്കിത് നമ്മളെല്ലാം മിക്സിക്കകത്തല്ലല്ലോ ജാറിനകത്തിട്ട് നമ്മൾ ചെയ്തെടുക്കത്തില്ലേ, അരച്ചെടുക്കത്തില്ലേ, അതുമാതിരി വരും. ഇത് നന്നായിട്ട് പഴുത്ത പഴം കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പാലും തേനുമൊക്കെ പിന്നെ ഒഴിക്കുമ്പം നിങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഒഴിച്ചണം കേട്ടോ. ഒരുപാട് എടുത്ത് ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് എടുത്ത് ഒഴിക്കണ്ട. നമുക്ക് കുറേശ്ശെ പാല് കുറച്ച് ഒഴിക്കാം. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ മുഖത്തിടാൻ പാടാട്ടോ. പഴം കേട്ടോ. നമുക്ക് വേറൊരു ടവലൊക്കെ ഇട്ടിട്ട് നമുക്കത് മുഖത്തിട്ടാൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ. ഇനി നമുക്ക് തേൻ ഞാൻ അങ്ങനെ ഒഴിച്ചാൽ ശരിയാകത്തില്ല, എല്ലാം കൂടെ തട്ടി മറിഞ്ഞ് വീഴും കേട്ടോ. ഇതാ തേൻ എനിക്ക് ഇങ്ങനെ തന്നെ തന്നത്. ഇത് കുറച്ച് കേട്ടോ, ഇച്ചിരി ഉണ്ട്. അതായത് കുറച്ചുകൂടെ തേൻ നമ്മുടെ മുഖത്ത് എത്ര വേണേലും നമുക്കിടാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ മുഖത്തിടാൻ പാകത്തിന് ആവണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടാം നമുക്ക്. മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യുക കേട്ടോ. ഞാൻ തളച്ചിട്ടൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വരുന്നോ എൻ്റെ കൂടെ? വരുന്നോ? ഇച്ചിരി കൂടെ മുന്നോട്ടിരിക്കാം നമുക്ക്. നിങ്ങൾ വരുന്നോ എൻ്റെ കൂടെ? ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിലേ പണി കിട്ടും. പഴമൊക്കെ അല്ലേ, പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ
ഒരു മണമൊക്കെ അടിക്കും. നല്ല മണമാണ് കേട്ടോ, സൂപ്പർ മണമാണ്. എന്നാലും നമുക്കൊരു ഈർച്ചയുടെ തീരും പഴത്തിൻ്റെ. ഇട്ട് കൊടുക്കാം. എന്ത് രസമുണ്ടോ. പഴമൊക്കെ മുഖത്ത് വെച്ചാൽ നല്ലതാട്ടോ. വെറുതെ ആണെങ്കിലും ഈ കറുത്ത തോലുള്ള പഴമൊക്കെ ഉടച്ച് വാരി ആരും കാണണ്ട, ഉടച്ച് വാരി നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്തു, ഒന്നും ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല, വാരി മുഖത്ത് പൊത്തിക്കുക, ആരും കാണണ്ട കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ ഇവിടെ ഇരിക്കാത്തത്. എന്നെ കൂക്ക് വിളിച്ചോണ്ട് പോയത് കണ്ടോ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന് വേറെ ആരുമല്ല, നമ്മുടെ അനിയന്മാരൊക്കെ തന്നെ കേട്ടോ, വേറെ ആരുമല്ല. വേറെ ധൈര്യമുള്ളവരാരുണ്ട് എന്നെ കൂകി? എൻ്റെ കൊച്ചുങ്ങളല്ലാതെ വേറെ ആരുമില്ല കേട്ടോ. ഞാൻ ഇതുമാതിരി ഇവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്യുമ്പോഴേ അവന്മാരേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല ഇവിടെ. നല്ല തണുപ്പാണ് കേട്ടോ. ഇതിരുന്നേര് നമുക്ക് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്താലും നമ്മുടെ മുഖത്ത് നല്ല തണുപ്പ് കിട്ടും കേട്ടോ, നല്ല തണുപ്പ് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സാരമില്ല, നമ്മുടെ ഇച്ചിരി ഇവിടെയൊക്കെ ആയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം പഴമില്ല, അതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ഇട്ടോ. ഇപ്പം ഞാൻ എന്തായാലും കഴുത്തിലിടുന്നില്ല. ഞാൻ ഇനിയിപ്പം കുളിച്ചിട്ടൊക്കെ വന്നിരിക്കും കേട്ടോ. അപ്പോഴും നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. ഇത് എൻ്റെ ഡ്രസ്സിനകത്തൊക്കെ വീഴുന്നു. എന്ത് തന്നെ ഇട്ടാലും നമ്മൾ കഴുത്തിലിടണം. ഇപ്പം ഞാനിതിപ്പം ഇടുന്നില്ല കേട്ടോ. ഇതാണ് കുഴപ്പം. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് വലിച്ചെറിയാം കേട്ടോ, കുഴപ്പമില്ല. അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു നല്ല മണം പഴത്തിൻ്റെ. കുറച്ചേ എടുക്കാവൂ കേട്ടോ, ഒത്തിരി അരമുറി പഴമൊന്നും എടുക്കരുത്. പഴമൊക്കെ എടുത്താൽ ഒരുപാടാണ്. ഇതെന്ന് എനിക്ക് കഴുത്തിനും കൂടി ഇടാമായിരുന്നു, പക്ഷെ ഞാൻ ഇതിങ്ങനെ ഇട്ട് തീർക്കും കേട്ടോ. എൻ്റെ ഈച്ച വട്ടം ഇട്ട് ഓടിക്കുന്നു കേട്ടോ. ഈ പഴത്തിൻ്റെ ഒരു മണമേ, ഈച്ച വട്ടം ഇട്ട് തന്നെ ഓടിക്കുന്നു. ഇവിടെയൊക്കെ വീഴുന്നു. ഇതാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എടുക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ എടുത്തില്ലെങ്കിൽ തീരാറായി ഏകദേശം കേട്ടോ. നമുക്കൊരു ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ടങ്ങ് ഇതിങ്ങനെ വരത്തുള്ളൂ കേട്ടോ. നമ്മൾ എത്ര സൂക്ഷിച്ചാലും പഴമൊക്കെ അല്ലേ ഇങ്ങനെ. അപ്പോഴും മതി കേട്ടോ. ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. എനിക്ക് ഇത്ര ദൂരെ ഇരിക്കുന്നുണ്ട്, എനിക്ക് കാണാനും വയ്യ കേട്ടോ. അപ്പോഴിത്രയും മതി, കുറച്ചേ ഉള്ളൂ കേട്ടോ. അതെൻ്റെ ഈ കഴുത്തേരി ഇടായിരുന്നു, പക്ഷെ ഞാൻ ഇന്നിപ്പം കഴുത്തേ ഇടുന്നില്ല കേട്ടോ. കഴുത്തേ ഇട്ട ഒത്തിരി നേരം എടുക്കും. ഇത് ഇനി നമുക്കൊരു ഒന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ഞാൻ അപ്പോഴത്തേന് കൈയൊക്കെ കഴിയട്ടെ. പാത്രമൊക്കെ കൈ വെച്ചില്ലെങ്കിൽ ഈ ചോടിച്ചിട്ട് നമ്മളെ കുത്തും. അങ്ങനെ നമ്മൾ ഇട്ട പായ്ക്കൊക്കെ ദേ ഇങ്ങനായി വന്നു കേട്ടോ. ഇച്ചിരി ഉണങ്ങി വന്നു. ഉണങ്ങി പിന്നെ നമ്മൾ ഞെരടിയല്ലേ പഴം എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു അവിടെ ഇവിടെയൊക്കെ കാണും, അത് കുഴപ്പമില്ല കേട്ടോ. ഞെരടി തന്നെ ചേർക്കണം. അപ്പോൾ നമുക്കിനി തുടച്ച് കൊടുക്കാം കേട്ടോ. തുടച്ച് കൊടുക്കാം.
നമുക്ക് എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോണം കേട്ടോ. ഇതൊന്നും കുഴപ്പമുള്ളതല്ല. ഇപ്പം എല്ലാ വീടുകളിലും പഴമില്ലാതെ കാപ്പി കുടിക്കത്തില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും പഴം വേണം. അപ്പോൾ പഴയതോ പുതിയതോ ആയിട്ടുള്ള ഇതേമാതിരിയുള്ള പഴങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് കളയണ്ട കേട്ടോ. ഞാനും കളയുമായിരുന്നു, ഇപ്പം അങ്ങനെ കളയത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യും. പിന്നെ അമ്മ കണ്ട വഴക്കും പറയും കേട്ടോ. ഇത്രയും പഴമാണ്. നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കൊലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ കൊലയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു. നമുക്ക് കാപ്പിക്ക് രാവിലെ പഴം നിർബന്ധമായിരുന്നു. ഇപ്പം പക്ഷേ വാഴയൊക്കെ കുറവാണ്. അപ്പോഴതുകൊണ്ട് ഇങ്ങനെയൊക്കെ പായ്ക്കൊക്കെ ഇടാൻ നമ്മുടെ പഴങ്ങളൊക്കെ എടുത്ത് രാവിലെ സൂപ്പറാണ് കേട്ടോ. അടിപൊളി കിടുക്കാച്ചിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറ. അല്ലാതെ പിന്നെ അവിടെ ഇവിടെ ഇരുന്ന് ചെയ്ത് ഏത് കാര്യമാണെങ്കിലും നമ്മളൊക്കെ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അത് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മളെയൊക്കെ കുറ്റം പറയാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെ ആവത്തില്ല കേട്ടോ. അത് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. കുറ്റമൊന്നും പറയാൻ ആരും വരുന്നില്ല. പിന്നെ ചിലർക്ക് നമ്മളൊന്ന് കുശുംബന്മാരും കുശുംബികളാട്ടോ. നമ്മളൊക്കെ ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ അത് ആട്ടവോ കുലുക്കോ എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതൊക്കെ കുശുമ്പുള്ളവരാട്ടോ. അല്ലാതെ നമ്മൾ ആടിക്കൊഴയാൻ എങ്ങും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ വീടിൻ്റെ ഇവിടെ നിന്ന് ആടിക്കൊഴയുന്നത് കേട്ടോ. അതിപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും മാത്രമേ കാണുന്നുള്ളൂ. വേറെ ആരെയും കാണിക്കാൻ പോകുന്നില്ല കേട്ടോ. അത് സത്യം. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ആക്കോട്ട് സുഖിക്കത്തില്ല കേട്ടോ. അതേ ഉള്ളൂ. അങ്ങനെയുള്ളവരാണ് ഈ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. കുശുമ്പിന് ഇവിടെ മരുന്നില്ല കേട്ടോ. ആടിക്കൊഴയുന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നാണ് ആടിക്കൊഴയുന്നത്. നിൻ്റെ വീടിൻ്റെ വടക്കേപ്പുറത്ത് ഞാൻ വരുന്നില്ല ആടിക്കൊഴയാൻ കേട്ടോ. അത് ഇങ്ങനെ എത്തിനോക്കാൻ വരുന്നുണ്ടല്ലേ കാണുന്നത് അല്ലേ, അല്ലാതെ കാണത്തില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് അറിയാൻ വേറെങ്ങുമല്ല, ഈ മൊബൈൽ വഴി എത്തിനോക്കാൻ വരും. നമ്മുടെ വീഡിയോ കണ്ട് എത്തിനോക്കാൻ വരും. അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നോ എന്നറിയാൻ എത്തിനോക്കാൻ വരുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ കാണുന്നത്, എൻ്റെ ആട്ടവും കുലുക്കമൊക്കെ കാണുന്നത്. സത്യം. ഇത്തിരി നമ്മളൊന്നും എപ്പോഴും മനുഷ്യനെ കരഞ്ഞു വിളിച്ച് അലറിക്കൂവിയൊന്നും നടക്കാൻ പറ്റത്തില്ല. ദൈവം ചിലപ്പോൾ സന്തോഷിക്കാൻ കുറച്ച് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ സന്തോഷിക്കും, ചിരിക്കും, കാര്യം പറയും മറ്റുള്ളവരുമായിട്ട് കേട്ടോ. അതിന് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കമൻ്റ് ഇടുന്നവർക്ക് അറിയാം അത് ആരാണെന്നും എന്താണെന്നും കേട്ടോ. അപ്പോഴിങ്ങനെയൊക്കെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ശരിയാവത്തില്ല. കുശുമ്പ് എങ്ങാണ്ട് ബാക്കിയൊന്നും പറയുന്നില്ല ഞാൻ. എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്നാണ് ഞാൻ ആടിക്കൊഴയുന്നത് കേട്ടോ. അതെൻ്റെ മക്കളും എൻ്റെ ഇവിടെ അമ്മയുണ്ട്, എൻ്റെ അണ്ണനുണ്ട്, അവരൊക്കെ കണ്ടോളും കേട്ടോ. കുശുംബം പാർട്ടികൾ. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കണം. കുശുംബത്തികളും കുശുംബന്മാരും ഒക്കെ പോകട്ടെ, അവരുടെ കാര്യം നമുക്ക് വിടാം. അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് അതൊക്കെ. അതൊക്കെ പോട്ടെ. നമുക്ക് നമ്മുടെ കാര്യം ഇതിപ്പം നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ചിരിക്കുകയോ കാര്യം പറയുകയോ ചെയ്യുന്ന ഒന്നും അല്ല കേട്ടോ. അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്ന് സന്തോഷിക്കാനൊക്കെ ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു വകയൊക്കെ തരും. അപ്പോഴാണ് നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കുന്നത് കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ഇനിയും പോയിട്ടൊക്കെ വരാം. എന്തായാലും നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞല്ലോ, ബ്യൂട്ടി ടിപ്പൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ഞാൻ ടാറ്റ ബൈ ബൈ ഓക്കെ സീ യു. പോയിട്ടൊക്കെ വരാം. വന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ പോയതാണെന്നൊക്കെ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു കിടക്കാച്ചി ഐറ്റമാണ്, നല്ലൊരു പായ്ക്കാണ് കേട്ടോ. നമ്മുടെ മുഖക്കുരു വന്നു പോയ കറുപ്പുകളെ കുഴികളെ ചുളിവുകളെ എന്ന് വേണ്ട എല്ലാത്തിനും പരിഹാരമാണ് നമ്മുടെ ഈ കുഞ്ഞാമ്പഴം. ആളിത്തിരിയാണേലും അവനെയും കൊണ്ട് ഒരുപാട് നമുക്ക് ഫലം കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം പൊട്ടൊക്കെ നേരെയാണല്ലോ, അവിടെ നിന്ന് വെയിലടിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന ഇങ്ങനെയൊക്കെ ഒന്ന് ചിരിക്കുമ്പോഴാണ് ഈ ആടിക്കുഴയിലാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ. നമ്മൾ അല്ലാതെ പൊങ്ങിച്ചാടുന്ന ഒന്നുമില്ല, ഇവിടെ നിന്ന് ഞാൻ ഇവിടെ തുള്ളിച്ചാടുന്ന ഒന്നുമില്ല. ഇങ്ങനെ ഒന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞാൽ പോയി കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല ഒത്തിരി വിശേഷങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ബ്യൂട്ടി ടിപ്പ് ആയതുകൊണ്ട് നമ്മൾ നല്ല വിശേഷങ്ങളൊന്നും പറയുന്നില്ല. എന്നാലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോഴെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് തരും. സുപ്പും എൻ്റെ അടുക്കലേക്ക് വരുന്ന എല്ലാ കൂട്ടുകാരോടും 2 കൈ നീട്ടിയാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന കേട്ടോ. എല്ലാവരും വന്നു സുപ്പ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ഇത്തിരി വൈകിയാണെങ്കിലും നമ്മൾ വരും. എന്ന് വെച്ചാൽ പകലൊന്നും അങ്ങനെ വീഡിയോ കാണാനോ ആയിട്ടൊന്നും ഇരിക്കാനോ ഒക്കത്തില്ല. ഇഷ്ടംപോലെ ജോലികളുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇഷ്ടംപോലെ ജോലികൾ ചെയ്തിട്ടായിരിക്കും ഇതിനായിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്നത് നിറയെ ജോലികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞു ജോലിക്ക് നമ്മളിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടാലല്ലേ എല്ലാവരും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ.